തലവേദനയുടെ കാരണങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ശാലാക്യതന്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജിമി MGO സംസാരിക്കുന്നു. തലവേദന എന്ന അസ്വസ്ഥത ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചവരാകും നാം ഓരോരുത്തരും. ഓരോരുത്തർക്കും ഓരോ രീതിയിലാകും വേദന അനുഭവപ്പെട്ടിട്ടുണ്ടാവുക. പുരികത്തിന്റെ ഭാഗത്ത്, തലയോട്ടിയിൽ, തലയുടെ പുറകുവശത്തായി, കഴുത്തിന്റെ പിൻഭാഗത്ത്, നെറ്റിഭാഗത്തൊക്കെ വേദന അനുഭവപ്പെടാറുണ്ട്. പലപ്പോഴും തലവേദനയെ ഒരു രോഗലക്ഷണമായിട്ടാണ് കണക്കാക്കുക. തലവേദനയ്ക്ക് അനവധി കാരണങ്ങളുണ്ട്. മാറാതെ നിൽക്കുന്ന തലവേദന ഉണ്ടെങ്കിലോ അതിശക്തമായ തലവേദന നിൽക്കുകയാണെങ്കിലോ അതിന്റെ കാരണം വൈദ്യസഹായത്തോടെ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തിലെ വേദനകൾ തിരിച്ചറിയാൻ കഴിയുന്നത് തലച്ചോറിലൂടെയാണ്. എന്നാൽ സ്വന്തം നിലയിൽ വേദന തിരിച്ചറിയാനുള്ള പെയിൻ റിസപ്റ്ററുകൾ തലച്ചോറിൽ ഇല്ലതാനും. തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിലും നാഡികളിലും വേദന തിരിച്ചറിയാൻ സാധിക്കുന്ന റിസപ്റ്ററുകൾ ഉണ്ട്. ഈ റിസപ്റ്ററുകൾ തലവേദന എന്ന അസ്വസ്ഥത തിരിച്ചറിയാൻ സഹായിക്കുന്നു. രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന സമ്മർദ്ദവും ചുരുങ്ങലും നാഡികൾക്കുണ്ടാകുന്ന സമ്മർദ്ദവുമാണ് മിക്ക തലവേദനകളുടെയും മൂലകാരണം. തലയോട്ടിയെ ആവരണം ചെയ്യുന്ന ചർമ്മത്തിൽ ധാരാളം രക്തക്കുഴലുകളും ഈ രക്തക്കുഴലുകൾക്ക് ചുറ്റും അനേകം നാഡീതന്തുക്കളുമുണ്ട്. ഇവയ്ക്ക് സമ്മർദ്ദം അനുഭവപ്പെട്ടാലും തലവേദന അനുഭവപ്പെടാറുണ്ട്. തലയോട്ടിയുടെ പുറമെ ധാരാളം പേശികളുണ്ട്. അവ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നത് തലവേദനയ്ക്ക് കാരണമാകാറുണ്ട്. കണ്ണ്, ചെവി, മൂക്ക്, തൊണ്ട മുതലായ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകളും തലവേദനയിലേക്ക് നയിക്കാം. തലവേദനയെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാം: പ്രൈമറി തലവേദനകൾ, സെക്കൻഡറി തലവേദനകൾ. മറ്റൊരു രോഗത്തിൻ്റെയും ഭാഗമല്ലാതെ നേരിട്ട് തന്നെ ഉണ്ടാകുന്ന തലവേദനയാണ് പ്രൈമറി തലവേദന. ഏകദേശം 95% തലവേദനകളും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ഇതിന്റെ പ്രധാന ലക്ഷണം തലവേദന തന്നെയാണ്. മൈഗ്രെയിൻ, ടെൻഷൻ തലവേദന, ക്ലസ്റ്റർ തലവേദന മുതലായവയാണ് ഇതിൽ പ്രധാനപ്പെട്ടവ. മൈഗ്രെയിൻ കൗമാരപ്രായം മുതൽ ഏകദേശം 45 വയസ്സ് വരെ ഉള്ളവരിലാണ് മൈഗ്രെയിൻ തലവേദന കൂടുതലായി കണ്ടുവരുന്നത്. സാധാരണയായി തലയുടെ ഒരു വശത്തായി ശക്തമായ വേദന അനുഭവപ്പെടാം. ചിലരിൽ അതികഠിനമായ വേദന തലയുടെ ഇരുവശങ്ങളിലും അനുഭവപ്പെടാറുമുണ്ട്. ഈ തലവേദനയുടെ കൂടെ ഓക്കാനം, ഛർദി, പ്രകാശം സഹിക്കാൻ പറ്റായിക, ശബ്ദം സഹിക്കാൻ പറ്റായിക, കാഴ്ചമങ്ങൽ മുതലായവയും കാണപ്പെടുന്നു. ഈ തലവേദനയിൽ രക്തക്കുഴലുകൾ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് വിങ്ങുന്ന തരത്തിലുള്ള വേദന അനുഭവപ്പെടുന്നത്. മൈഗ്രെയിനു മുൻപ് ചിലരിൽ ഓറ എന്ന ലക്ഷണവും കാണപ്പെടാറുണ്ട്. അതിനൊരു ഉദാഹരണമാണ് കാഴ്ച സംബന്ധിയായ ഓറ. ഇങ്ങനെയുള്ളവരിൽ തലവേദന വരുന്നതിന് മുൻപ് കണ്ണിനു മുന്നിൽ കറുത്ത പാടുകൾ, ഗ്രേ നിറത്തിലുള്ള പാടുകൾ, മിന്നൽ വെളിച്ചം പോലെ ഒക്കെ അനുഭവപ്പെടാറുണ്ട്. മൈഗ്രെയിൻ ഇടയാക്കുന്ന ഉദ്ദീപന ഘടകങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. എന്നാൽ ഇത് എപ്പോഴും സാധിക്കണമെന്നില്ല. മൈഗ്രെയിനെ ഉദ്ദീപിപ്പിക്കുന്ന തരത്തിലുള്ള അതിശക്തമായ വെളിച്ചം, അത്യുച്ചത്തിലുള്ള ശബ്ദം, പ്രത്യേക ഗന്ധങ്ങൾ എന്നിവയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ടെൻഷൻ തലവേദന ഏറ്റവും സാധാരണയായി കാണപ്പെടുന്ന തലവേദനയാണ് ടെൻഷൻ തലവേദന. മാനസിക സമ്മർദ്ദം, ദീർഘസമയം ഒരേ രീതിയിൽ തന്നെയുള്ള ഇരിപ്പ് എന്നിവ മൂലം തല, കഴുത്ത്, തോളുകൾ എന്നിവിടങ്ങളിലെ പേശികൾ വലിഞ്ഞു മുറുകുന്നതാണ് ടെൻഷൻ തലവേദനയുടെ കാരണം. തല വരിഞ്ഞു മുറുക്കിയതുപോലുള്ള വേദനയാണ് ഇതിൽ അനുഭവപ്പെടുക. അനുബന്ധമായി കഴുത്തിലും തോളിലും വേദന അനുഭവപ്പെടാറുണ്ട്. പ്രകാശത്തോടും ശബ്ദത്തോടും ചെറിയ അസഹിഷ്ണുത ചിലർ പ്രകടിപ്പിക്കാറുണ്ട്. കാരണങ്ങൾ ആരാഞ്ഞ് ഉചിതമായ ഇടപെടലിലൂടെ പരിഹരിക്കാവുന്നതാണ്. മാനസിക, ശാരീരിക സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുക എന്നിവയാണ് പ്രധാനം. ക്ലസ്റ്റർ തലവേദന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു കൂട്ടമായി വരുന്ന തലവേദനയാണ് ക്ലസ്റ്റർ തലവേദന. മറ്റ് തലവേദനകളിൽ നിന്ന് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ എളുപ്പവുമാണ്. മിക്കവാറും തലയുടെ ഏതെങ്കിലും ഒരു വശത്താകും കഠിനമായ വേദന അനുഭവപ്പെടുക. ആ വേദനയാകട്ടെ കണ്ണുകളുടെ മുകൾ ഭാഗത്തു നിന്നാകും തുടങ്ങുക. അതോടൊപ്പം തന്നെ കണ്ണിൽ നിന്ന് വെള്ളം വരുകയും കണ്ണ് ചുമക്കുകയും ചെയ്യും. പലപ്പോഴും വേദനയുള്ള വശത്തെ കൺപോള തടിക്കുകയും മൂക്കടയുകയും ചെയ്യാറുണ്ട്. തലവേദനയ്ക്ക് മുൻപേ മറ്റു സൂചനകൾ ഉണ്ടാകാറില്ല. പെട്ടെന്നായിരിക്കും വേദന അനുഭവപ്പെടുക. ഇത് 10 മിനിറ്റ് മുതൽ 2 മണിക്കൂർ വരെ നീണ്ടു നിൽക്കാം. ആവർത്തിച്ചനുഭവപ്പെടും എന്നുള്ളതാണ് ക്ലസ്റ്റർ തലവേദനയുടെ പ്രത്യേകത.
ക്ലസ്റ്റർ തലവേദന വരുന്നതിൻ്റെ കൃത്യമായ കാരണങ്ങൾ ഇപ്പോഴും വ്യക്തമല്ല. ഒരു തവണ തലവേദന വന്നതിനു ശേഷം അടുത്ത തവണ വരുന്നതിനു മുന്നേ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണാറില്ല. തലവേദന ഉള്ള സമയത്ത് നടത്തുന്ന പരിശോധനകളിലും പ്രത്യേകിച്ച് കാരണമൊന്നും കണ്ടെത്താനായിട്ടില്ല. ക്ലസ്റ്റർ തലവേദന മറ്റു ഉപദ്രവവ്യാധിയിലേക്കൊന്നും നയിക്കാറില്ല. എങ്കിലും അത് ദൈനംദിന ജീവിതത്തെ കാര്യമായി ബാധിക്കാറുണ്ട്. ക്ലസ്റ്റർ തലവേദനയ്ക്ക് സമാനമായ തലവേദന മറ്റു കാരണങ്ങൾ കൊണ്ടും അനുഭവപ്പെടാറുണ്ട്. അതിനാൽ തന്നെ വൈദ്യനിർദ്ദേശപ്രകാരം പരിശോധനകൾ നടത്തി മറ്റു കാരണങ്ങളില്ലെന്ന് ഉറപ്പാക്കണം. സെർവൈക്കോജെനിക് തലവേദന ഇന്നത്തെ കാലത്ത് ജീവിതശൈലിയിലുണ്ടായ മാറ്റം മൂലം സംഭവിക്കുന്ന ഒന്നാണ് കഴുത്തിന്റെ പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന സെർവൈക്കോജെനിക് തലവേദന. ദീർഘനേരമുള്ള കമ്പ്യൂട്ടർ ഉപയോഗം, മൊബൈൽ ഫോൺ ഉപയോഗം എന്നിവ കഴുത്തിന് സമ്മർദ്ദമുണ്ടാക്കുന്നു. കഴുത്തിന്റെ പേശികളുടെ ബലക്കുറവും കശേരുക്കളുടെ തേയ്മാനവും മറ്റും തലവേദനയ്ക്ക് കാരണമായി തീരാറുണ്ട്. ഇത്തരത്തിലുള്ള സെർവൈക്കോജെനിക് തലവേദനയിൽ കഴുത്തിന്റെ വേദനയും അനുബന്ധ ലക്ഷണമായി കാണപ്പെടുന്നു. പലപ്പോഴും തലയുടെ പിൻഭാഗത്താകും വേദന അനുഭവപ്പെടുക. കൃത്യമായ വൈദ്യപരിശോധനയിലൂടെ കാരണം മനസ്സിലാക്കി ചികിത്സിച്ചാൽ പരിഹരിക്കാവുന്നതാണ്. സെക്കൻഡറി തലവേദനകൾ മറ്റേതെങ്കിലും രോഗത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന തലവേദനയാണ് സെക്കൻഡറി തലവേദനകൾ. ചെറിയ അണുബാധകൾ മുതൽ തലയിലെ മുഴകൾ വരെ തലവേദനയ്ക്ക് കാരണമായി തീരാറുണ്ട്. പല ഗുരുതര രോഗങ്ങളുടെയും ലക്ഷണമായി തലവേദന വരാറുള്ളതിനാൽ തന്നെ ഇത്തരം തലവേദനകളെ കൃത്യമായി മനസ്സിലാക്കിയ ശേഷം തലവേദനയുടെ കാരണങ്ങൾ കണ്ടെത്തുകയും അടിയന്തര ചികിത്സ ലഭ്യമാക്കുകയും വേണം. സൈനസൈറ്റിസ് തലയോട്ടിയുടെ മുൻഭാഗത്തുള്ള എല്ലുകളിലെ വായു നിറഞ്ഞ അറകളാണ് സൈനസുകൾ. ഈ അറകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കഫം സാധാരണയായി സൈനസുകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെ മൂക്കിലേക്ക് വരികയും പുറന്തള്ളപ്പെടുകയും ചെയ്യുകയാണ് പതിവ്. എന്നാൽ മൂക്കിന്റെ ഘടനാപരമായ വ്യതിയാനങ്ങളിലും അലർജിയിലും മറ്റും ഈ സുഷിരങ്ങൾ അടയപ്പെടുകയും തന്മൂലം കഫം അറകളിൽ കെട്ടിക്കിടക്കുകയും അണുബാധയുണ്ടാവുകയും ചെയ്യാറുണ്ട്. ഈ അവസ്ഥയെ സൈനസൈറ്റിസ് എന്ന് പറയുന്നു. 4 കൂട്ടം സൈനസുകൾ ഉണ്ട്. അതിനാൽ തന്നെ വേദന അനുഭവപ്പെടുന്നത് ഏത് ഭാഗത്തെ സൈനസിനാണ് അണുബാധ വന്നിരിക്കുന്നത് എന്നതനുസരിച്ചിരിക്കും. ആരംഭത്തിൽ തന്നെ കൃത്യമായ ചികിത്സ നൽകിയില്ലെങ്കിൽ അലർജി മൂലമുണ്ടാകുന്ന സൈനസൈറ്റിസും ഘടനാപരമായ വ്യതിയാനം മൂലമുണ്ടാകുന്ന സൈനസൈറ്റിസും വിട്ടുമാറാതെ നിലനിൽക്കുകയും ക്രോണിക് സൈനസൈറ്റിസായി രൂപാന്തരപ്പെടുകയും ചെയ്യും. മസ്തിഷ്ക സംബന്ധിയായ തലവേദനകൾ മസ്തിഷ്കത്തിലുണ്ടാകുന്ന അണുബാധകൾ, മസ്തിഷ്കത്തിലെ ധമനികളിൽ ഉണ്ടാകുന്ന തകരാറുകൾ, മുഴകൾ, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിന്റെ അളവ് കൂടുന്ന അവസ്ഥയായ ഹൈഡ്രോസെഫാലസ് മുതലായവയുടെ ലക്ഷണമായി തലവേദന അനുഭവപ്പെടാം. ഇവയെല്ലാം തന്നെ ഗൗരവമേറിയ കാരണങ്ങളായതുകൊണ്ട് തന്നെ ആപത് സൂചന ലഭിക്കുമ്പോൾ തന്നെ അടിയന്തര ഇടപെടൽ ആവശ്യമുണ്ട്. പലതവണ തലവേദന അനുഭവപ്പെട്ടിട്ടുള്ള വ്യക്തിയാണെങ്കിലും അതിൻ്റെ രീതിയിലും വേദന അനുഭവപ്പെടുന്ന ഭാഗങ്ങളിലും വ്യതിയാനം വരികയാണെങ്കിൽ അത്യധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആയുർവേദത്തിൽ തലവേദനയെ വാതപിത്ത കഫദോഷങ്ങളുടെ അസന്തുലിതാവസ്ഥകളായി തരംതിരിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. തലവേദനയെ സ്വാഭാവികമായി നിയന്ത്രിക്കുന്ന ജീവിതചര്യകളും ചികിത്സാ മാർഗങ്ങളും സംഹിതകളിൽ പ്രതിപാദിക്കുന്നുണ്ട്. കാരണങ്ങൾ കൃത്യമായി വിലയിരുത്തിയ ശേഷം മാത്രമേ തലവേദന ഭേദമാക്കാനുള്ള ചികിത്സാവിധികൾ തീരുമാനിക്കുകയുള്ളൂ. തലവേദനയുടെ വിശദമായ ചരിത്രം ചോദിച്ചു മനസ്സിലാക്കുകയാണ് പരിശോധനയിൽ പ്രധാനം. കൂടുതൽ പരിശോധനകൾ ആവശ്യമായവരിൽ MRI, CT സ്കാനിംഗ് എന്നിവയും നിർദ്ദേശിക്കാറുണ്ട്. തലവേദനയുടെ പാറ്റേണുകൾ മനസ്സിലാക്കുന്നതിനായി ഒരു ഡയറി എഴുതി സൂക്ഷിക്കാനും ആവശ്യപ്പെടാറുണ്ട്. ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയാൽ തന്നെ ഒരു പരിധിവരെ സാധാരണയായി കാണുന്ന പ്രാഥമിക തലവേദനകളെ അകറ്റി നിർത്താവുന്നതാണ്. ഇതിനായി കൃത്യമായ ജീവിതചര്യകൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ നിർജ്ജലീകരണം തടയുന്നതിനായി ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ജോലിസ്ഥലത്ത് കമ്പ്യൂട്ടറും മറ്റ് സ്ക്രീനുകളും ഉപയോഗിക്കുമ്പോൾ ക്രമീകരണങ്ങൾ നടത്തേണ്ടതും അത്യാവശ്യമാണ്. തലവേദനയ്ക്ക് എപ്പോഴും കാരണമറിഞ്ഞ് പരിഹാരം കാണുന്നതാകും ഉചിതം. ചിലപ്പോൾ അതിനു പിന്നിലുള്ള കാരണങ്ങൾ ഗൗരവമേറിയതാകാൻ സാധ്യതയുള്ളതിനാൽ നിസ്സാരമായ കാണാതെ വൈദ്യസഹായം തേടേണ്ടതാണ്. തലവേദനയുടെ കാരണങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ശാലാക്യതന്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജിമി MGO. Shadha